അറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് പോലും. എന്തേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ആദ്യം ചെയ്തതെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തൊരു കൃഷിസ്ഥലമുണ്ട്, താമസ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയതാണ്. മരണവിവരം കേട്ടപ്പോൾ ദേഹമതാ തന്റെ കുതിരപ്പുറത്ത് ഓടി വരികയാണ്. എന്നിട്ടതാ അവിടെ ഇറങ്ങിയിട്ട് പള്ളിയിൽ കയറുന്ന ഒരാളോടും ഒരക്ഷരം പറയുന്നില്ല. എന്നിട്ടതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് സമീപിക്കുന്നുണ്ട്. മാത്രമല്ല ഫതയമ്മമ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് നബിയെ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നു. ഇത് പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം ഇവിടെ ഞാൻ വായിച്ചപ്പോ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ അവിടുന്ന് മരണപ്പെട്ട നേരത്ത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ഇവിടെ പേരോടൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതെന്താ? പേരോട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുജാഹിദിന് ബഹുമാനമില്ല. എന്താ കാരണം? അവർ റസൂൽ മരിച്ചു എന്നൊക്കെ പറയും. റസൂലുള്ള മരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ മരണപ്പെട്ടു എന്നത് മുജാഹിദ് ഭാഷയാണ്, വഫാത്തായി എന്നതാണ് നമ്മുടെ ഭാഷ. കേട്ടോളൂ, ഉപരി പറയാം നമ്മളെ പേരിൽ ആരോപണം. മരണപ്പെട്ടു പോയി ഇത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയി ഇത് നമ്മളെ ഭാഷ. മരണപ്പെട്ടു പോയി ഇത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയി ഇത് നമ്മളെ ഭാഷ. മരണപ്പെട്ടു പോയി എന്നത് മുജാഹിദ് ഭാഷ, വഫാത്തായി എന്നത് നമ്മുടെ ഭാഷ. അപ്പൊ ഇവര് മൂപ്പരും കൂട്ടാളികളൊന്നും റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വഫാത്തായി എന്നല്ലാതെ മരണപ്പെട്ടു എന്ന് പറയില്ല. മുജാഹിദ് ബഹുമാനില്ലാതെ പറയുന്നതാണെന്ന് ചുരുക്കം. ഒന്റെ മൂല്യരെ നിങ്ങൾ എത്ര പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങളുടെ എഴുത്ത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? അള്ളാഹിന്റെ റസൂൽ മരിച്ചു, അള്ളാഹിന്റെ റസൂൽ മരിച്ചുപോയി, മരണപ്പെട്ടു പോയി എന്ന് ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ പറ, ഉദ്ധരിക്കാം. ഇല്ലെങ്കിൽ പറ. എന്നിട്ട് അതൊരു മുജാഹിദിന്റെ പേരിലൊരു കൊട്ട്. മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. ഇവര് വലിയ സ്നേഹം. ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റാതെ 70 തവണ വേണമെന്ന് പഠിപ്പിച്ച കിതാബ് തെളിവായിട്ട് കൊണ്ടുവന്ന നിങ്ങളാ പ്രവാചക സ്നേഹം പറയുന്നത്? മാത്രമല്ല എന്നിട്ട് പിന്നെ മൂപ്പര് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണവിവരം അറിഞ്ഞു വന്നപ്പോ ഫതയമ്മമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിനെ ഉദ്ദേശിച്ച് നബിന്റെ അടുത്തേക്കാണ് പോയിനാ. മൂപ്പര് നമുക്കെതിരെ ഒരു ചൊട്ട്. എന്താ? ഈ തയമ്മമാന്ന് കേട്ടാ മൗലൈമാരി ചിലപ്പോ വിചാരിക്കും തയമ്മം ചെയ്യാനാണ്. അന്നും വിചാരിക്കണ്ടെന്ന്. കേട്ടോളി, നിങ്ങൾ മൂപ്പര് വലിയ ആലിമിന്റെ ബടായി. കേട്ടോളി. ഫതയമ്മമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കരുതി. തയമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലൈമാര് തേമം ചെയ്തു അർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഫതയമ്മമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കരുതി. തയമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലൈമാര് തേമം ചെയ്തു അർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. എന്താ ആലിമിന്റെ വിവരം? മൂപ്പര് മർക്കസിൽ പണ്ട് പഠിച്ചപ്പോ തയമ്മമാന്ന് കേട്ടപ്പോ മണ്ണിൽ കോടിയാളാ. ആ ഓർമ്മയെ നമ്മളെ പേരിൽ വെച്ച് കേട്ടാ. ഞങ്ങൾക്ക് ആ ധാരണല്ല. ഞങ്ങൾക്ക് തയമ്മമാന്ന് കേട്ടാല് ഭാഷയിൽ എന്താ അർത്ഥം എന്ന് അറിയാം, സാങ്കേതികമായിട്ട് അഥവാ ലുഗത്തിൽ എന്താ അർത്ഥം, ഇസ്തിലാഹിൽ എന്താ അതിന്റെ ഉദ്ദേശം. അതിന് ലുഗത്തും ഇസ്തിലാഹും ഒക്കെ ഉള്ള വ്യത്യാസം അറിയണ്ടേ, പഠിക്കണ്ടേ? വല്ല വിവരമുണ്ടോ? വെറുതെ കുറെ പിരിവ് നടത്തും റിസീവർ പണിക്ക് പറ്റുന്നല്ലാതെ. എന്നിട്ട് മുജാഹിദിന്റെ പേരിൽ, മുജാഹിദീങ്ങളുടെ പേരിൽ കൊട്ടുക അല്ലേ? തയമ്മമാന്ന് നോക്കും മൗലൈമാര് ഇനി അതിന് പോണ്ട, മൂപ്പര അവനെ വിളിച്ചു പറയാ അല്ലേ? ആ വക രൂപത്തിലുള്ള തറ നിലവാരത്തിലുള്ള ഒന്നും ഇനി വിളിച്ചു പറയരുത്. ഇത് ഇനിയും കുറെ തുടരണ്ടേ, ഇനി വിളിച്ചു പറയരുതേ. ഓർമ്മപ്പെടുത്തുക. പിന്നെ മൂപ്പര് വേറൊരു പരിപാടിയുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടെ കയറി ചെന്നു നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ അതാ തുണിയിട്ട് മൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി, എന്നിട്ട് ചുംബനമർപ്പിക്കുന്നു. അത് പറയുന്നിടത്ത് മൂപ്പർക്ക് ഒരു കൊട്ടുണ്ട്. തുണി നീക്കി എന്ന് പറയുന്നിടത്ത് മൂപ്പർക്ക് ഒരു കൊട്ടുണ്ട്. കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയുടെ ഖബർ കശഫത്ത് അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ്. മേലെ ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. കടക്കണം, എന്താ കടക്കൂലാണ്? പൈക്ക് കടക്കണില്ലാന്ന്. കടക്കണം, ഇപ്പൊ കടക്കണ്ട, അടുത്തിന് കിടക്കും. എന്താ നിങ്ങൾ പറഞ്ഞത്? അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖബർ കാണിച്ചു കൊടുത്തപ്പോ തുണി നീക്കിയുന്നുണ്ട്. അവിടെ ഈ പ്രയോഗമാണ്. അതിന്റെ അർത്ഥം ഖബറിന്റെ മേലെ തുണി ഉണ്ട് എന്നാണ്. പച്ച കള്ളം. ഇങ്ങനെ ജാറം മൂടുമതിന് മേലെ തുണിട്ടമായിരി. അപ്പൊ മൂപ്പരുടെ ധാരണ എന്താ? മൂപ്പരിപ്പ ഇതിലൂടെ ധരിപ്പിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരു ഭാഗത്ത് ഡൈനിങ് ഹാള്, ഒരു ഭാഗത്ത് കിച്ചണ്, ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട്, ഒരു ഭാഗത്ത് ബെഡ്റൂം. അതിൽ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഹബീബിന്റെ ഖബർ ഇങ്ങനെ പച്ചപ്പട്ട് ഇങ്ങനെ മൂടി കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഖബർ കാണാൻ വന്നയാൾക്ക് വാതിലങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഖബറും പുറത്തുള്ള വിരിയങ്ങ് നീക്കിയെന്ന് ധ്വനിപ്പിക്കുന്ന തട്ടിപ്പ്, ഈ കാപട്യം, ഈ കബളിപ്പിക്കൽ
ഒരിക്കൽ മുസ്ലിമിന് ചേർന്നതല്ല. അബൂബക്കർ സിദ്ദീഖ് മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഖബർ കാണാൻ വേണ്ടി ചെന്നപ്പോ ആ മഹദിയുടെ വീടെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷേ ധരിച്ചിട്ടുള്ളത് പോലെ ആ നിലക്കുള്ള വലിയ വീടൊന്നുമല്ല, ഹുജ്റയാണ് കേട്ടോ. പരിമിതമായ സൗകര്യങ്ങളുള്ള ആ റൂമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് വഫാത്തായി കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഖബറൊരുക്കിയിട്ട് അവിടെയാണ് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മടക്കിയിട്ടുള്ളത്. ആ ഖബറും ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന റൂമും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നബി തങ്ങളുടെ ഖബർ കാണാൻ വന്നപ്പോ നമ്മുടെ ഉമ്മയതാ ആ വിരിയങ്ങ് നീക്കി കാണിച്ചു കൊടുത്തു, ഖബർ കാണിച്ചു കൊടുത്തു എന്നതിന് മുസ്ലിയാർ ഖബറും പുറത്തെ തുണി നീക്കി എന്ന് ധ്വനിപ്പിക്കാനുള്ള തട്ടിപ്പ് കാപട്യം മുസ്ലിമീങ്ങളോട് വേണ്ട. അത് ഈ കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന സിറാജുൽ ഹുദയിലെ കുട്ടികളോട് മതി കേട്ടോ. ആ വക ചപ്പടാച്ചിയും കൊണ്ട് മുസ്ലിമീങ്ങൾ എടുത്തേക്ക് വരണ്ട. ഖബറും പുറത്ത് തുണി ഉണ്ടെന്നോ, ആയിഷ അതിന് മേലെ തുണി ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ തട്ടിപ്പിന്റെ കോലം. പറയട്ടെ, വിഷയത്തിലേക്ക് വരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ എന്താ ചെയ്തത്? തുടി അങ്ങനെ നീക്കിയിട്ട് ചുംബനം അർപ്പിച്ചു, എന്നിട്ട് കരയുകയാണ്. സുമ്മ ഖാല, എന്നിട്ട് പറയുന്നു, ബി അബി അൻത വ ഉമ്മി യാ നബി അല്ലാഹ്, എന്റെ വാപ്പാനെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മാനെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് മൂപ്പരുടെ വക കുറെ കൂട്ടിച്ചേർക്കലുകൾ. മുജാഹിദേ, മരിച്ചോൽക്ക് വേണ്ടി ഒന്നും സമർപ്പിക്കാൻ പറ്റില്ലെന്നല്ലേ നിന്റെ വിശ്വാസം? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമ്മാനെ സമർപ്പിക്കുന്നു, വാപ്പാനെ സമർപ്പിക്കുന്നു. എന്തൊരു കബളിപ്പിക്കലാണ് പേരോടെ പറയുന്നത് കേട്ടാ തോന്നും. റസൂലുള്ളാഹി മരിച്ചു കിടക്കുന്നിടത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഉപ്പാനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, സമർപ്പിക്കുന്നു. അതൊരു ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഭാഷാ ശൈലിയല്ലേ സ്വഹാബത്ത് പ്രകടിപ്പിച്ച അവരുടെ ബഹുമാനത്തിന്റെ, റസൂലുള്ളാഹിനോട് തിങ്ങി നിറയുന്ന ആ ഒരു സ്നേഹത്തിന്റെ വികാരം അണപൊട്ടിയൊഴുകുമ്പോ ഹബീബിന്റെ ജീവിതകാലത്തും അവർ പറയാറുണ്ട്. ഏത് പ്രശ്നവും പറയുമ്പോ ഹബീബിന്റെ ജീവിതകാലത്ത് ഒരു വിഷയം അവിടുത്തേക്ക് പറയുമ്പോ സ്നേഹം കൊണ്ട് വീർപ്പ് വിട്ടുന്ന കൽബിൽ നിന്ന് വരുന്ന വാചകം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഈ വാചകത്തെ നിങ്ങൾ എന്തിനാണ് വെടക്കാക്കി തനിക്കാക്കാൻ നോക്കുന്നത്? മോശമായി പോയി, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ പേരോട് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിനെ വിളിച്ചില്ലേ? മരിച്ചു വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. മരിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. മരിച്ചു എന്നുള്ളത് മുജാഹിദ് ഭാഷ കേട്ടോ, പറയാൻ പാടില്ല, മനസ്സിലാക്കണം. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് അറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. എന്നിട്ട് പറയുന്നത് എന്താ? നബിയേ, അല്ലാഹു നിങ്ങൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല കേട്ടോ, ഒരു മരണമേ നിങ്ങൾക്കുമുള്ളൂ. ആ മരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ. മൂപ്പരെ ഭാഷയിൽ ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഇപ്പൊ നബിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മരിച്ചിരിക്കുന്നുട്ടാ. നിങ്ങൾക്ക് 2 മരണല്ലേ, ഒറ്റ മരണേ ഉള്ളൂ. ആ മരണങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പൊ നബി ഇങ്ങനെ അവിടെ കിടന്നിട്ട്, ആഹാ 2 മരണല്ലേ, ഒറ്റ മരണമില്ലല്ലേ, ഓ അബൂബക്കർ അത് പഠിപ്പിച്ചെന്ന് നന്നായി എന്ന രൂപത്തിൽ ആ മൂപ്പര് കൊണ്ടുപോകുന്നത്. പഠിപ്പിച്ചു കൊടുക്കുക, നബിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലും. നിങ്ങൾ ചിന്തിക്കണം, ഇതാണ് ഇപ്പൊ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ്? മൂപ്പര് പറയുന്നുണ്ട്, ഒരു സലഫിയും വിചാരിക്കണ്ട അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് വിളിച്ചത്. മൂപ്പര് പകരം ചൊട്ട്. എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചു വെച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വന്ന് പറഞ്ഞത് അവിടെയുള്ള ഒരു മഹാനെ പഠിപ്പിക്കാനാണ്, നബിനെ പഠിപ്പിക്കാനല്ല. തിരിഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് ബി അബി അൻത വ ഉമ്മി യാ നബിയല്ലാഹ് ലാ യജ്മഉല്ലാഹു വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതല്ല കേട്ടോ. വഫാത്തായ നബികൾക്കും എന്ന നിലക്ക് നബിക്കത് ക്ലാസ് എടുത്തു കൊടുത്തതല്ല കേട്ടോ. മറിച്ച് അവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആരാണ് ആ മഹാൻ? അറിയില്ലേ? ചരിത്രത്തിൽ അല്ലാഹനെ തന്നെയാണ് സത്യം. മാമാത്ത റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുറഞ്ഞു തുള്ളുന്നുണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കാനാ ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ശൈലിയിലില്ലേ? അങ്ങനല്ലേ ഒരു കാര്യം? ഒരാളോടാ സംസാരിക്കുന്നത്, പക്ഷെ ഉദ്ദേശം വേറുള്ളവർ കേൾക്കാനാ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദിനെ മുത്തുന്ന നേരത്ത് പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം നീ ഒരു കല്ലാണ്, നീ ഉപകാരോപദ്രവൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിക്കുന്നത്? ഹബീബ് നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കല്ലിനോട് പറഞ്ഞതാ? അല്ല, ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകളെ പഠിപ്പിച്ചതാ. എന്തിനാണ് കല്ലിനെ മുത്തുന്നത്? ഹബീബിനെ ഇത്തിബാഴ് ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഴ് ചെയ്യാൻ. ഒരാളോട് സംസാരിക്കുക, ഉദ്ദേശം അയാൾ കേൾക്കലല്ല, കൂടെയുള്ള ആളുകൾ കേൾക്കലാണ്. എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയുടെ മരണത്തിന്റെ നേരത്ത്, സക്കറാത്തിൽ കടന്നുകൊണ്ട് കുട്ടി പടയുന്ന നേരത്ത് ഹബീബ് ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണ്. ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കാനല്ല. രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാരവിടെ പറയുന്നുണ്ട് ആ സംസാരം ഇബ്രാഹിമിനോടല്ല എന്ന്. കാരണം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരനാണ്, ശിശുവാണ്, കുട്ടിക്കത് മനസ്സിലാവില്ല. രണ്ടാമത്തത്, ഇനി കേട്ടാൽ തന്നെ കുട്ടി മരണവക്രത്തിലാണ്. സക്കറാത്തിന്റെ ഹാലിലുള്ളവരോട് സംസാരിച്ചാൽ എന്ത് മനസ്സിലാകാനാണ്? രണ്ട് നിലക്കും ആ സംസാരം ഇബ്രാഹിം എന്ന കുഞ്ഞിനോടല്ല, മറിച്ച് കൂടെയുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് പറയുകയാണ്, അതാ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങളും ദുഃഖിതരാണ്, പക്ഷേ അല്ലാഹുക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ പറയൂല. ക്ഷമ പഠിപ്പിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ. എന്നിട്ട് മൂപ്പരിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നങ്ങാണ്ട്, യാ നബിയല്ലാഹ്, മരിച്ചു വഫാത്തായി കഴിഞ്ഞ ഉടനെ യാ നബിയല്ലാഹ് എന്നാ വിളിച്ചത്. മൗലവിനോട് ചോദിച്ചില്ലേ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ടോന്ന്? ഞങ്ങളോട് ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്കും അറിയാം, അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്ത് സഹായമായി ഇവിടെ ചോദിച്ചത്? അപ്പൊ നിങ്ങൾക്ക് പറയും, ഗസാലി ഇമാമിന്റെ കിതാബിലില്ലേ എന്ത്? അവിടെ പറഞ്ഞില്ലേ എന്ത്? നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ പോയാൽ ഞങ്ങളെ ഓർക്കരുതേ, മറക്കരുതേ, മറക്കരുത് നബിയേ എന്നൊക്കെ അവിടല്ലേ. നിങ്ങളെ വായിച്ചതൊക്കെ ദഈഫാണ്, ദുർബലമാണ്. നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. പരമ്പരയോടുകൂടി ഉദ്ധരിക്കൂ. അൽ ഇസ്നാദു മിനദ്ദീൻ എന്ന് പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. നിങ്ങൾ ഗസാലി ഇമാമിന്റെ കിതാബിലാ പറഞ്ഞത് ശരിയല്ല, അത് ആ നിലക്ക് തെളിയിക്കപ്പെട്ട സംഗതിയല്ല. മാത്രല്ല, നിങ്ങൾ ഗസാലി ഇമാമിന്റെ വാചകം വായിച്ചപ്പോ അപ്പുറവും ഇപ്പുറവും കട്ടിട്ടാണ് വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ കളവാണ്. കളവിന്റെ അടിയിലും കളവ് പറഞ്ഞാലോ? പണ്ടേ നുണ പറയുമ്പോൾ ഒരു സത്യസന്ധത എന്ത്? നുണയുടെ കൂടെ പിന്നെയും നുണ അല്ലേ? അതിൽ പറയുന്നുണ്ട്, ഇടയ്ക്കയിൽ പറയുന്നുണ്ട്, ദാ ഞങ്ങളുടെ ഈ കാര്യം നബി തങ്ങൾക്ക് അങ്ങ് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ. അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലാ ഞങ്ങളെപ്പറ്റി നിന്റെ നബിക്ക് വിവരം കൊടുക്കണേന്ന്. അപ്പൊ നബി കേൾക്കുന്നുണ്ട്, പിന്നാട് പറഞ്ഞാ പോരെ? പിന്നെന്തിനാ അള്ളാഹിനെ ഏൽപ്പിക്കുന്നത്? അപ്പൊ ആ സംഭവം തന്നെ, പ്രിയപ്പെട്ടവരെ, ആ സംഭവം തന്നെ ദുർബലമാണ്. അപ്പോ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കും, എന്ത് ആ നിലക്ക് യഹ്യയിലല്ലേ ഉള്ളത്, ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ എങ്ങനെ കളവാണോ പറയുന്നത് എന്ന്? ആ നിലക്കുള്ള തട്ടിപ്പുകളൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഈ സംസാരിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിക്കാനല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിക്കാനാണ്. കാരണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല കേട്ടോ. ഈ ഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ പോയിട്ട് പറയുകയാണ്, അയ്യുഹൽ ഹാലിഫ് ഇജ്ലിസ് അയ്യുഹൽ ഹാലിഫ്, സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ലെന്ന് പറയുന്ന ഉമറേ, ഇരിക്കവിടെ, ഇരിക്കൂ ഉമറേ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് ഖാല അല്ലാഹു തആല വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങിയ ആയത്തും കേൾപ്പിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തങ്ങ് കേട്ടപ്പോ, ഇതുവരെ അങ്ങനെ ഒരു ആയത്ത് കേട്ടിട്ടേ ഇല്ലാത്തതുപോലെ എനിക്ക് ഇവരെ കേടുപറ്റിപ്പോയല്ലോ എന്ന സങ്കടം കൊണ്ട് അതാ മഹാനവറുകളും അവിടെ തന്നെ ഇരുന്നു പോയി. അല്ലാഹ്
അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന കാര്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സമ്മതിച്ചു പോയി. ഇത് പഠിപ്പിക്കാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിഅബി അൻത വ ഉമ്മി യാ നബി അല്ലാഹ് വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ എന്ന് പഠിപ്പിച്ചതും പറഞ്ഞതും. അതല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ച് പഠിപ്പിച്ചതോ അവിടുത്തെ വിളിച്ച് സഹായം ചോദിച്ചതോ അല്ല. ഇത്തരത്തിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു.